ഹായ്, ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ് മുട്ടാപ്പം. ഇത് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ നല്ല ഫേമസ് ആയിട്ടൊരു അപ്പമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ 2 കപ്പ് പച്ചരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് വാർത്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ 1 കപ്പ് ചോറാണ് വേണ്ടത്. അരിയുടെ പകുതിയാണ് ചോറ് എടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഞാനിപ്പോൾ കുറച്ചൊരു ബാക്കി വെച്ചിട്ടുണ്ട്, മറ്റേ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് വേണ്ടത്, ഒരുപാടങ്ങ് ലൂസായി പോവരുത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടോ. അങ്ങനെ നന്നായി ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഓരോ തവി ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് അപ്പം തന്നെ ഇങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ, കുറച്ചൊരു സമയം എടുക്കും കേട്ടോ പൊങ്ങി വരാൻ. ഇത് കളറ് മാറൊന്നുമില്ല, ഈ ഒരു കളറായിരിക്കും കേട്ടോ, വൈറ്റ് കളറായിരിക്കും. നല്ലൊരു മസാലക്കറിൻ്റെ കൂടാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഒരു ബീഫ് മസാല, സാധാരണ ഒരു ബീഫ് മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.